പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. എൻ്റെ പ്രിയപ്പെട്ടവർ, ഇന്ന് മെയ് 27 ബുധനാഴ്ച. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. എൻ്റെ മക്കളെ, നമ്മൾ ഇന്ന് പ്രാർത്ഥിക്കുമ്പോഴേ നമുക്കറിയാലോ, ആഴ്ച 2 പ്രാവശ്യം അല്ലെങ്കിൽ നമ്മൾ ഡോക്യുമെൻ്റ് വെച്ച് പ്രാർത്ഥിക്കും. അപ്പോൾ അതുകൊണ്ട് ഈ ഡോക്യുമെൻ്റൊക്കെ എടുക്കാനുള്ള ഞാൻ സമയം തരാം നിങ്ങൾക്ക്. നിങ്ങളുടെ ഇപ്പം നീറ്റിൻ്റെ പരീക്ഷയൊക്കെ വന്നില്ലേ, 2 എഴുതാൻ പറഞ്ഞിരിക്കണില്ലേ. അതുപോലെ തന്നെ പല PSC പരീക്ഷ വരുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങളുടെ പ്രമാണങ്ങളില്ലേ, ജപ്തി നടപടികൾ, അതുപോലെ അളവുകൾ, തർക്കങ്ങൾ, വഴിത്തർക്കങ്ങൾ, അതിൻ്റെ സ്കെച്ചൊക്കെ ഉണ്ടാക്കണം മക്കളെ. വഴിത്തർക്കങ്ങളുണ്ടെങ്കിൽ അതൊക്കെ ഈ സമയത്ത് പ്രാർത്ഥനയ്ക്ക് ഈശോയ്ക്ക് കാണിക്കണം. കാരണം ഈ പ്രാർത്ഥന ഒത്തിരി പേർക്ക്, 100 കണക്കിന് മനുഷ്യർ സാക്ഷ്യം പറയുന്നുണ്ട് ഈ പ്രാർത്ഥനയിൽ പങ്കെടുത്ത് വിടുതൽ പ്രാപിച്ചവർ. അപ്പോൾ എന്ത് രേഖയാണ് മക്കളിൽ ഉള്ളത്? പാസ്പോർട്ടോ, വിസയോ, റിജക്റ്റ് ചെയ്ത വിസയോ, എന്താണ് കയ്യിലുള്ളത്? എല്ലാ രേഖകളും എടുക്കും മക്കളെ. മിണ്ടാതെ പോയില്ല എടുക്കുക. കയ്യിൽ പേന എടുത്താലും കുഴപ്പമില്ല, പെൻസിൽ എടുത്താലും കുഴപ്പമില്ല, ഇൻസ്ട്രുമെൻ്റ് ബോക്സ് എടുത്താലും കുഴപ്പമില്ല, എന്ത് വേണമെങ്കിലും എടുക്കാം നിങ്ങൾക്ക്.
കർത്താവെ, നിൻ്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്യുന്ന കർത്താവെ, അങ്ങയുടെ മക്കൾ അവരുടെ ജീവനോപാധികൾക്ക് മാധ്യമമായ എല്ലാ രേഖകളും അവരുടെ കൈകളിലേക്ക് അവർ കൊണ്ടുവന്നിരിക്കുകയാണ്. കർത്താവ്, സർട്ടിഫിക്കറ്റുകളുണ്ട്, പ്രമാണങ്ങളുണ്ട്, പാസ്പോർട്ടുണ്ട്, പല അപേക്ഷകളുണ്ട് ഈശോയെ. ചില ഹോസ്പിറ്റലുകളിലും ചില സ്ഥാപനങ്ങളിലൊക്കെ കൊടുത്തിരിക്കുന്ന അപേക്ഷകൾ, അതിന് തീരുമാനങ്ങളില്ല. വീടിന് നമ്പറിട്ട് കൊടുക്കാൻ വേണ്ടി, നമ്പർ കിട്ടാൻ വേണ്ടി വില്ലേജ് ഓഫീസിൽ കൊടുത്തിരിക്കുന്നവരുണ്ട്, പഞ്ചായത്തിൽ കൊടുത്തിരിക്കുന്നവരുണ്ട്. പക്ഷേ ഇതൊക്കെ നമ്പറിട്ട് കിട്ടിയിട്ടില്ല. അതിൻ്റെ രേഖകളുണ്ട് ഞങ്ങളുടെ കയ്യിൽ. കാര്യം കർത്താവ് അടക്കത്തില്ലെന്ന് പറയുന്ന രീതിയിൽ റീസർവേക്ക് വെച്ചിരിക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മളെ വിഷമിപ്പിക്കുന്ന രേഖകളുണ്ട്. നിങ്ങൾ ഓരോ സ്ഥലങ്ങളിലേക്ക് വിടാനുള്ള ജോബ് ആപ്ലിക്കേഷൻസ്, ജോലിക്ക് വേണ്ടിയുള്ള അപേക്ഷാ ഫോറങ്ങളുണ്ട് ഈശോയെ. കല്യാണ സർട്ടിഫിക്കറ്റുകൾ, അതുപോലെ തന്നെ കല്യാണക്കുറികൾ. ഇന്ന ദിവസങ്ങൾ കല്യാണം ഉള്ളത് കൊണ്ട് ആ കല്യാണം നടത്താനുള്ള കുറികൾ, ആൾക്കാർക്ക് കല്യാണക്കുറികൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണമെന്ന് മുമ്പുള്ള ആദ്യത്തെ കുറികൾ, അതിനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കഴിഞ്ഞുള്ള കുറികൾ എൻ്റെ മക്കൾ കയ്യിലെടുക്കുക. ഇപ്പോൾ പരിശുദ്ധ അമ്മ അതെല്ലാം ആസ്വദിക്കാൻ വേണ്ടി ഈശോയ്ക്ക് മധ്യസ്ഥം വഹിക്കുന്ന സമയമാണ്. നിങ്ങളുടെ ആശുപത്രി ചീട്ടുകൾ, മരുന്നിൻ്റെ കുറിപ്പടികൾ, നിങ്ങളുടെ ടിക്കറ്റുകൾ, റെയിൽവേ ടിക്കറ്റ് ആകാം, പ്ലെയിനിൻ്റെ ടിക്കറ്റ് ആകാം, ടിക്കറ്റുകൾ. കർത്താവ്, നിൻ്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്യുന്നു. കർത്താവ്, മക്കളുടെ കയ്യിൽ അവർ ഉയർത്തിയിരിക്കുന്ന രേഖകൾ അവരുടെ യാത്രയാണ്, അല്ലെങ്കിൽ അവരനുഭവിക്കുന്ന ഞെരുക്കമാണ്. ഇതിൻ്റെ തടസ്സങ്ങൾ, ഇത് ആര് വരികയാണ്, ഇത് ഏത് ഓഫീസിലാണ് തടസ്സങ്ങൾ ഇരിക്കുന്നത്, ഏത് നിയമമാണ് എൻ്റെ തടസ്സമായി മാറിയിരിക്കുന്നത്. യേശുക്രിസ്തു നാമത്തിൽ ഞാനത് ബന്ധിക്കുന്നു. അമ്മയെ, പരിശുദ്ധമേ, ദേവമാതാവേ, കുഞ്ഞുങ്ങളുടെ മക്കളുടെ കയ്യിരിക്കുന്ന എല്ലാ രേഖകളും, ക്വസ്റ്റ്യൻ പേപ്പറുകൾ, ആൻസർ പേപ്പറുകൾ, പാസ്പോർട്ടുകൾ, വിസകൾ, അതുപോലെ തന്നെ സ്ഥലത്തിന് ജപ്തി നടപടിയുടെ രേഖകൾ, പ്രമാണരേഖകൾ, പട്ടയത്തിൻ്റെ രേഖകൾ, ചിട്ടിയുടെ പേപ്പറുകൾ, കടങ്ങൾ, എന്തെല്ലാം രേഖകളാണ് അതെല്ലാം കർത്താവിൻ്റെ വിശുദ്ധമായ രക്തത്തെ തളിക്കപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ ആശീർവദിക്കണമേ. രോഗികളെ ആശീർവദിക്കുന്നു, ജീവിത പ്രതിസന്ധിയിലിരിക്കുന്നവരെ ആശീർവദിക്കുന്നു. തൊഴുത്തിലും അതുപോലെ ആനിമ ഫാമിലും കോഴി വളർത്തുന്ന സ്ഥലങ്ങളിലും പലതരത്തിലുള്ള രോഗങ്ങൾ മൂലം ജീവിതമാർഗ്ഗങ്ങൾ മുട്ടിപ്പോവുകയും മൃഗങ്ങൾ മരിക്കുകയും പ്രസവിക്കാതെ പ്രസവം മുട്ടിയിരിക്കുകയും വരുമാനം ഇല്ലാതെ വിഷമിക്കുകയും ചെയ്യുന്ന എല്ലാ മേഖലകളും കർത്താവേ, നമ്മൾ ഉണ്ടാക്കുന്ന ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കാൻ പറ്റാത്ത അവസ്ഥയിൽ വീട്ടിൽ കുന്നുകൂടി കിടക്കുന്നവരുണ്ട്, കുരുമുളകും ഏലവും ഉൾപ്പെടെ. അതുപോലെ പല കായ്ഫലങ്ങൾ വിൽക്കാൻ പറ്റാതെ വീട്ടിൽ കൂട്ടിയിട്ടിരിക്കുന്നവരുണ്ട്, കൂട്ടിക്കിടന്ന് നശിച്ചു പോകുന്നവരുണ്ട്. തർക്കപ്പുരയിടത്ത് തേങ്ങ മുളച്ച് കിടക്കുന്നവരുണ്ട് കർത്താവേ. ആൾക്കാർക്ക് എടുക്കാൻ പറ്റാത്തത് കേസായി കിടക്കുന്നവരുണ്ട് ഈശോയെ. അതിന് മേലെല്ലാം എസക്കേൻ്റെ താഴെ വരെ, അസ്ഥികളുടെ താഴെ വരെ എന്ന പോലെ കർത്താവിൻ്റെ ആത്മാവ് ജ്വലിച്ചുകൊണ്ട് ബന്ധങ്ങൾ അഴിഞ്ഞു മാറട്ടെ പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ, സഭയുടെ അധികാരത്തിൽ, കുരിശിൻ്റെ അടയാളത്തിൽ, ദൈവത്തിൻ്റെ ശക്തിയാൽ നീ പോകുന്ന വഴികളിൽ സഞ്ചാരി മാതാവ്, സമയത്തിൻ്റെ അധികാരി, നിനക്ക് സന്ധിപ്പ് സമാധാനം നൽകട്ടെ, സൗഖ്യം നൽകട്ടെ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവായ സർവ്വേശ്വരനെ നീക്കുവാമേ. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മളിന്ന് പലതരത്തിലുള്ള ദൈവസഹായങ്ങളെ കുറിച്ചാണ് നമ്മൾ ചിന്തിക്കുന്നത്. ഇപ്പോൾ ചിലരൊക്കെ ഈ തൊഴിൽ സംരംഭകരില്ലേ, ഇന്നൊരു സംരംഭക എൻ്റെ അടുത്ത് പ്രാർത്ഥിക്കാൻ വന്നായിരുന്നു, ഇന്നല്ല കഴിഞ്ഞ ദിവസം. ഇപ്പോൾ അവരൊരു ഫ്രഷ് തേനിൻ്റെ ഒരു ആൽബം എനിക്ക് തന്നു. ഭയങ്കര എക്സിക്യൂട്ടീവ് ആൽബം, നല്ല രസമാണ് കാണാൻ. അപ്പോൾ അവർ പറഞ്ഞിരിക്കുന്നത്, ഞാൻ സംരംഭകയാണ്, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന്. അതാണ് ഒരു ഉടമ്പടി എടുത്തിട്ട് പറഞ്ഞിരിക്കുന്ന കാര്യം. പുതിയ സംരംഭകരൊക്കെ ചെയ്യണമെന്ന് അറിയാമോ? ഈ കേരളത്തിൽ വ്യവസായ കേന്ദ്രമെന്നും പറഞ്ഞ് എല്ലാ ജില്ലയിലുണ്ട്. ഖാദി ബോർഡ്, വ്യവസായ കേന്ദ്രം. അപ്പോൾ പുതിയ സംരംഭകർ എന്ത് ചെയ്യണത്, അവരുടെ ഈ ഖാദി ബോർഡും വ്യവസായ കേന്ദ്രമൊക്കെ കുറേ സെമിനാറുകൾ നടത്തും. എന്നിട്ട് നമുക്ക് സ്വന്തം നില ചെയ്യാവുന്ന സബ്സിഡിയുള്ള കുറേ വ്യവസായ സംരംഭങ്ങളെക്കുറിച്ച് അവർ നമുക്ക് പറഞ്ഞു തരും, അതിൻ്റെ ലീഫ്ലെറ്റൊക്കെ തരും. അപ്പോൾ നമ്മൾ നോക്കണത് ആ ലീഫ്ലെറ്റ് എടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും. പന്നി വളർത്തൽ, കോഴി വളർത്തൽ, തേൻ ശേഖരണം, മെഴുകുതിരി നിർമ്മാണം,
അങ്ങനെ കുറേ സാധനം. ഏതിനാണ് സബ്സിഡി ഉള്ളത്, ഏതാണ് നമ്മുടെ സഹകരണം ചെയ്യാൻ പറ്റണമെന്ന് നോക്കും. അപ്പോൾ അങ്ങനെയാണ് ആൾക്കാർ ഓരോ വ്യവസായമൊക്കെ തുടങ്ങണതേ സ്വന്തമായിട്ട്, പിന്നെ ഡെവലപ്പ് ചെയ്ത് വരണതാണ്. അപ്പോൾ ഈ സംരംഭകർ ചെയ്യേണ്ടത് ഒരു വിഷയം എന്ന് വെച്ചാൽ ബൈബിളിലും തിരയണത് വാസ്തവത്തിൽ നമ്മളിതാണ്. ചില സമയത്ത്, എപ്പോഴുമല്ല, എന്തെല്ലാം സഹായം ദൈവത്തിൽ നിന്നുണ്ട്. ഒരു ആധ്യാത്മികമായ ഒരു സംരംഭം, കൃപ ഉൽപ്പാദിപ്പിക്കുക എന്നുള്ള സംരംഭമാണല്ല, ആത്മീയ സംരംഭമാണ് കൃപ ഉൽപ്പാദിപ്പിക്കുക എന്ന് പറയുന്നത്. നമുക്കറിയാം, ഒരു ക്രിസ്ത്യൻ ഒരു ഫെയ്ത്ത് എന്ന് പറയണത്, ക്രിസ്ത്യൻ ഫെയ്ത്ത് എന്ന് പറയണത് ബേസ് ചെയ്തിരിക്കുന്നത് ബ്ലെസ്സിങ്സിലല്ലെന്ന് ഞാൻ നിങ്ങളോട് എപ്പോഴും പറയും. എന്താ കാര്യം, ബ്ലെസ്സിങ്സ് എന്ന് പറയുമ്പോൾ ക്രിസ്തുവിന് മുമ്പ് ബ്ലെസ്സിങ്സ് ഉണ്ടല്ലോ, അപ്പോൾ ഞാൻ നിങ്ങളുടെ ഇടയ്ക്ക് പറയാറുണ്ട്, നിരീശ്വരവാദിയാണെങ്കിലും പ്രാർത്ഥിക്കാത്തവരാണെങ്കിലും ബ്ലെസ്സിങ്സ് കിട്ടിക്കൊള്ളൂ, ഒരു കുഴപ്പമില്ല. എല്ലാ നിരീശ്വരവാദികളും പട്ടിണി കിടക്കണം ഇവിടെ, അല്ലല്ല, ദൈവത്തെ തള്ളി പറയുന്നവരൊക്കെ പട്ടിണി കിടക്കണം, അല്ല. നിങ്ങൾ സന്താന പുഷ്ടിയുടെ പെരുകി, ഞാൻ ഈ പന്തിയിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് ഡെയിലി ബ്രെഡിൽ, നിങ്ങൾ സന്താന പുഷ്ടിയുടെ പെരുകി ഭൂമിയെ കീഴടക്കാൻ പറഞ്ഞു. കഴിഞ്ഞ മാസം പറഞ്ഞാൽ അവർക്ക് ഓർത്താൽ മതി. അപ്പം നമ്മുടെ ഭൂമി എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ നടന്നു തീരണ സമയം, നമ്മുടെ ജീവിതം തീരണതാണ് നമ്മുടെ ഭൂമി. എവിടെ വെച്ച് തുടങ്ങി എവിടെ വെച്ച് ജീവിതം തീരുന്നു, അതാണ് നമ്മുടെ ഭൂമി. അപ്പോൾ ഭൂമി ആ ജീവിതം കീഴടക്കാൻ പറയുകയാണ്. ജീവിതം കീഴടക്കാൻ വേണ്ടി വിദ്യാഭ്യാസമുണ്ട്, തൊഴിലുണ്ട്, അതൊക്കെ ദൈവത്തെ വിളിക്കാതെ തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് ഈ മനുഷ്യന് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ദൈവം ബുദ്ധിയെല്ലാം കൊടുത്തിട്ടാണ് പറയണത്, നിങ്ങൾ ഭൂമിയെ ജീവിതം കീഴടക്കണം, സന്താന പുഷ്ടിയുള്ളവരാകണം, പെരുകണം, ഭൂമിയെ കീഴടക്കണം എന്ന് പറയും. അങ്ങനെ അത് ജനറ്റിക്കൽ ബ്ലെസ്സിങ് എന്ന് പറയണത്. അതുകൊണ്ടാണ് നമ്മൾ പിന്നെ ഞങ്ങൾക്ക് തന്നെ ആവശ്യം, പള്ളിയിൽ പോകേണ്ട വല്ല ആവശ്യമുണ്ട്, ഞങ്ങൾക്ക് ജീവിക്കാനുള്ള മാർഗ്ഗം ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയൊക്കെ ദൈവത്തോട് അടുത്ത് നിൽക്കുന്നവർ ആക്ഷേപിക്കണ ഈ വിവരമില്ലായ്മ പറഞ്ഞുകൊണ്ട് കൊട്ടിഘോഷിച്ചുകൊണ്ടാണ്. അല്ല, കൊട്ടിഘോഷിക്കേണ്ട കാര്യമില്ല, നിങ്ങളതൊന്നും കേൾക്കാൻ പോകരുത്. പക്ഷേ ക്രിസ്ത്യാനിറ്റിയിൽ വാട്ട് ഈസ് സ്പെഷ്യൽ, ക്രിസ്ത്യാനിറ്റിയിൽ എന്ന് പറയുമ്പോൾ എന്താണ്? അവൻ്റെ നാമത്തിൽ നമ്മൾ വിശ്വസിക്കണത്, അല്ലേ? അവൻ്റെ നാമത്തിൽ. യോഹന്നാൻ 1:16 അവന്റെ പൂർണ്ണതയിൽ നിന്ന് നാം എല്ലാം കൃപയ്ക്കുമേൽ കൃപ സ്വീകരിച്ചിരിക്കുന്നു. ഇനി അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർ 12 തന്നെ സ്വീകരിച്ചവർക്കെല്ലാം തന്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്കെല്ലാം ദൈവമക്കളാകാൻ അവൻ കഴിവ് നൽകി. ദൈവമക്കളാകാനുള്ള ഒരു അടിസ്ഥാന സ്റ്റാറ്റസ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഉള്ളത് എന്താണ്? കൃപയ്ക്കുമേൽ കൃപയാണ്. ക്രിസ്ത്യാനിറ്റിയിൽ നമ്മൾ ഉന്നം വെക്കുന്നത് ദൈവമക്കൾ. ഇപ്പോൾ ജ്ഞാനസ്ഥാനത്തോടെ ദൈവമക്കളാകാനുള്ള കഴിവ് നമുക്ക് കിട്ടും. പിന്നെ എന്താണ്? ജ്ഞാനസ്ഥാനം കൊണ്ട് നിൽക്കണില്ല, നമ്മുടെ ജീവിത വിഷയങ്ങളെ, ജീവിത പ്രശ്നങ്ങളെ വിശ്വാസബദ്ധമായിട്ട് ഈ പ്രസരണ നഷ്ടമില്ലാതെ ഏകാഗ്രതയോടുകൂടി ദൈവത്തെ ഫോളോ ചെയ്ത് പോകുന്നവർക്കാണ് കൃപയ്ക്ക് മേൽകൃപയെന്ന് പറയുന്നത്. കൃപയെന്ന് മാത്രം പറഞ്ഞാൽ മതി. മേൽകൃപയെന്ന് പറയുന്നത് അക്വയർഡ് ഗ്രേസാണ്, ആർജിത കൃപ. ദൈവം ഒരു പ്രൊജക്റ്റ് തരുമ്പോൾ ആ പ്രോജക്റ്റ് വെച്ചിട്ട് ഓട്ടിസമൊക്കെ ഉള്ള കുഞ്ഞുങ്ങളല്ലേ, ഇന്ന് കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ എത്ര കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചത്. അയ്യോ, കുഞ്ഞുങ്ങൾ അത്താരെ വരും, അവർ പരക്കം പാഞ്ഞ് പ്രാന്തി പിടിച്ച് ഓടും, അവിടെ പുറകെ അപ്പനോടും, അപ്പന ഓടിക്കൊണ്ടുവരുമ്പോൾ അവൾ കിടന്ന് കാറും. അപ്പം നമുക്ക് ഭയങ്കര സങ്കടം തോന്നും. ശരിക്കും നമുക്ക് സങ്കടം തോന്നുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ അപ്പൻ എൻ്റെ പുറകെ ഓടുകയാണ്. ചില കുഞ്ഞുങ്ങളെ നമുക്ക് ജോലിക്കും പോകാൻ പറ്റത്തില്ല, ചിലർക്ക് ആരും എക്കത്തുമില്ലല്ല. അപ്പോൾ ഇതെന്ന് പറയണത്, ഈ സംഭവം എന്ന് പറയണത് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഈ മേൽകൃപ എന്ന് പറയുന്ന സാധനം ഇതുപോലെ എക്സ്ട്രാ, ഇപ്പം വിശേഷവിധിയായി നിങ്ങൾ എന്താണ് ചെയ്യുന്നത് എന്ന് കർത്താവ് ചോദിച്ചില്ലേ? മത്തായി 5:46 നിങ്ങളെ സ്നേഹിക്കുന്നവരെ നിങ്ങൾ സ്നേഹിച്ചാൽ നിങ്ങൾക്ക് എന്ത് പ്രതിഫലമാണ് ലഭിക്കുക? എന്ത് പ്രതിഫലമാണ് ലഭിക്കുക? ചുങ്കക്കാർ പോലും അത് തന്നെ ചെയ്യുന്നില്ലേ? സഹോദരങ്ങളെ മാത്രമേ നിങ്ങൾ അഭിവാദനം ചെയ്യുന്നുള്ളൂവെങ്കിൽ വിശേഷവിധിയായി എന്താണ് നിങ്ങൾ ചെയ്യുന്നത്? വിശേഷവിധിയായി എന്താണ് നിങ്ങൾ ചെയ്യുന്നത്? അപ്പൊ ദൈവത്തിന്റെ മനസ്സിരിപ്പ് എന്താണ്? നമ്മൾ കോമൺ ആയിട്ട് ആൾക്കാർ ചെയ്യുന്നതിനേക്കാൾ വിശേഷവിധിയായി
ചെയ്യേണ്ടി വരും. അവിടെയാണ് ഈ ഗ്രേസ് അപ്പോൺ ഗ്രേസ്, കൃപയ്ക്ക് മേൽ കൃപ. അപ്പം വിശേഷ വിദ്യയായി നമ്മൾ ചെയ്യുന്നതിനാണ് ഈ ആർജിത കൃപ കിട്ടണത്, മേൽകൃപ കിട്ടണത്. അപ്പം വിശേഷ വിദ്യയായി നമ്മൾ ചെയ്യണമെന്നില്ല, നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചാൽ മതി. ഇപ്പം എൻ്റെ അനിയൻ്റെ മകന് ഓട്ടിസം ഇല്ല, പെങ്ങളുടെ മകൾക്ക് ഓട്ടിസം ഇല്ല, പക്ഷേ എൻ്റെ മകന് ഓട്ടിസം ഉണ്ട്. അപ്പം നമ്മൾ ഭാര്യയോട് പറയാം, നീ കൊണ്ടുവന്ന അടി, നീ കൊണ്ടുവന്നാണ്. അങ്ങനെ പരസ്പരം പഴിയാറിനെ കുറ്റപ്പെടുത്തുന്ന ഒരു കാര്യമില്ല. അതുകൊണ്ട് ഈ ഇരുട്ട് കൊണ്ട് ജീവിതത്തിൻ്റെ ദൂരം അടക്കാൻ പറ്റത്തില്ല. മറിച്ച് അത് നമ്മൾ കർത്താവിൻ്റെ നാമത്തിൽ എടുക്കുമ്പോൾ വിശേഷ വിദ്യയായി നീ എന്താണ് ചെയ്യുന്നത്, വിശേഷ വിദ്യയായി നീ എന്താണ് സഹിക്കുന്നത്. അപ്പം നിനക്ക് ഉത്തരവായി. ഓരോ ഓട്ടിസം രോഗികളും അതുപോലെയുള്ള ഇപ്പം അപ്പനോ അമ്മയോ ആരെങ്കിലും എക്സ്ട്രാ നിനക്ക് സഹനം വരണയെല്ലാം കൃപയുടെ വാതിലാണ്. അപ്പം നിങ്ങൾ ചോദിക്കും, ഈ കൃപ എന്തിനാ, എനിക്ക് വെട്ടിപ്പിടുക്ക് തിന്നാനാണെന്ന് വിചാരിക്കുക. അങ്ങനെ ചോദിക്കാൻ കുഴപ്പമില്ല. കൃപയുടെ വില അറിയാൻ മേലാത്തവരെ. കാര്യം എൻ്റെ മക്കളെ, ഇതിൻ്റെ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ ഇതിനെക്കുറിച്ച് കൃത്യമായ ഒരു അറിവ് വേണം. എന്താ കാര്യത്തിൽ ഇപ്പം ഞാനെപ്പോഴും പറയത്തില്ലേ, നിങ്ങളെ ടീച്ച് ചെയ്യാൻ വേണ്ടിയാണ് മാതാവ് എനിക്ക് പ്രത്യക്ഷപ്പെട്ടതെന്ന് ഞാൻ വിശ്വസിക്കുന്നത്. അല്ല, മാതാവ് പ്രത്യക്ഷപ്പെട്ടതുകൊണ്ട് എനിക്ക് പ്രത്യേകിച്ച് വല്ല പ്രയോജനം ഉണ്ടായ. സഭയെന്നും കുറേ ആക്ഷേപങ്ങൾ ആദ്യകാലങ്ങൾ കേട്ടു, പുറത്തുള്ളവരും കുറേ വിമർശിച്ചു. ചിലർ ഇപ്പോഴും പറയുന്നുണ്ട് കള്ളത്തരമാണെന്ന് പറയുന്നുണ്ട്. അതാണ് എനിക്ക് കിട്ടിയത്. നിങ്ങൾക്കറിയാമല്ലോ, എനിക്ക് കിട്ടിയതാണ് ഇത്. അങ്ങേര് കണ്ട ഓരോ കാര്യം ചെയ്യാൻ കണ്ടില്ലേ, അത് കമൻ്റൊക്കെ കിട്ടിയാൽ മതി. അപ്പോൾ എനിക്ക് ചിരി വരും. എന്താ കാര്യം, മാതാവ് പ്രത്യക്ഷപ്പെട്ടത് കൊണ്ടും ദുരന്തം ഉണ്ടാകാൻ പ്രാർത്ഥിക്കുന്നത് കൊണ്ടും എൻ്റെ അക്കൗണ്ടിലേക്ക് വന്നത് എന്താണ്, ഈ കാട്ടുകള്ളൻ എന്നുള്ള വിളിയാണ്. അപ്പോൾ അത് മറ്റവർക്കില്ലല്ലോ. അതാണ് എനിക്ക് വിശേഷ വിദ്യയായിട്ടുള്ളത്. ആ വിശേഷ വിദ്യ എന്ന് പറയുമ്പോൾ നമ്മൾക്കിപ്പോൾ ഓട്ടിസൺ അല്ലെങ്കിൽ പാരലൈസ്ഡ് ആയിട്ടുള്ള മാതാപിതാക്കന്മാർ, അപ്പോൾ ഇങ്ങനെ എന്തെങ്കിലും വിശേഷ വിദ്യ എന്താണ് ചെയ്യണമെന്ന് ചോദിക്കുമ്പോഴും നമുക്ക് ചെയ്യണത് പോലെ തന്നെയാണ് വിശേഷ വിദ്യയായി നിങ്ങൾ എന്താണ് സഹിക്കുന്നത് എന്ന് പറഞ്ഞാൽ, എൻ്റെ ദൈവപൈതലെ, നിനക്കത് അക്കൗണ്ട് അതിനൊരു മറുപടി പറയാനുണ്ടെങ്കിൽ നീ കൃപയുടെ വാതിലാണ്. അപ്പം നിങ്ങൾ ചോദിക്കരുത് ആ കൃപ കിട്ടിയിട്ട് എന്തിനാണെന്ന്. എന്താ കാര്യത്തിൽ നമ്മുടെ നിത്യജീവിതം എന്താണ്, ദൈവത്തെ മുഖാഭിമുഖം കണ്ട് ആനന്ദിക്കുന്നതെന്ന് നമ്മൾ കരിസ്വത്തിൽ പറയും. പക്ഷേ നിങ്ങൾക്കറിയാമല്ലോ, എനിക്ക് സ്വർഗത്തെക്കുറിച്ച് നല്ലൊരു അനുഭവജ്ഞാനം ഉണ്ടെന്ന് എൻ്റെ ഒരു ധാരണ. വെച്ചാലും ദൈവത്തെ, നമ്മുടെ ആത്മാവ് ദൈവത്തിലാണ് ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത്. അപ്പോൾ ദൈവത്തിൻ്റെ സാന്നിധ്യം ആകുമ്പോൾ തന്നെ ആത്മാവിന് ആനന്ദം നിറയും. ആനന്ദത്തിൻ്റെ ഒരു ഗ്രഡേഷൻ ഉണ്ടല്ലോ, നിത്യാനന്ദം എന്ന് പറയാം അതിന്. വെച്ചാൽ അതൊരിക്കലും അസ്തമിക്കത്തില്ല. ഞാൻ നിനക്ക് നൽകുന്ന സന്തോഷം ആരും നിങ്ങൾ എടുത്തു കളയത്തില്ലെന്നാണ് പറയണത്. എടുത്തു കളയാത്ത സന്തോഷം. അപ്പം അതിനു വേണ്ടിയുള്ള പക്ഷേ അത് പേയ്മെൻ്റാണത് ഭയങ്കര. കാരണം ക്രിസ്തു അത് നേടിയെടുത്തത് കൊടോര സഹനങ്ങളിലൂടെയല്ലേ. അവൻ വില കൊടുത്തെന്നൊക്കെ പറയണത്. അപ്പം അവൻ നേടിയെടുത്ത ഒരു ആത്മാവിൻ്റെ അനന്ത സാധ്യതയിലേക്ക് നമുക്ക് അവകാശം കിട്ടുന്നതിന് വേണ്ടി വിശേഷ വിദ്യയായി നീ എന്താണ് സഹിക്കുന്നത്. ഇപ്പോൾ ഒരു കാത്തലിക്കിന് വാസ്തവത്തിൽ ഇങ്ങനെയുള്ള വിഷയങ്ങൾക്ക് കൃത്യമായ രീതിയിലുള്ള വ്യക്തമായ മറുപടികളും ഉത്തരങ്ങളും ഉണ്ട്. പക്ഷെ നിങ്ങൾക്കറിയാം, ഇതൊക്കെ വരുമ്പോൾ പറയാൻ എളുപ്പവും കേൾക്കുമ്പോൾ മനസ്സിലാക്കുകയും ചെയ്യുമെങ്കിലും അനുഭവിക്കുമ്പോൾ അപ്പോൾ തണുപ്പ് വന്നപ്പോൾ ചില ആൾക്കാർ ഇവിടുന്ന് മൂന്നാർ പോയായിരുന്നു. കഴിഞ്ഞ ഒരു 3-4 മാസം മുമ്പ് മൂന്നാർ മഞ്ഞ് പെയ്തെന്നും പറഞ്ഞു പോയി. ഇനി സ്വിറ്റ്സർലൻഡ് ഇവിടെയാണെന്ന് പറഞ്ഞുകൊണ്ട് ആൾക്കാർ, നമ്മുടെ ചെറുപ്പക്കാരൊക്കെ വണ്ടിയെടുത്ത് മൂന്നാറിൽ പോയി. അവർ മഞ്ഞ് വീടൊക്കെ കണ്ട് കാലാവസ്ഥയ്ക്ക് ഭയങ്കര, ഇപ്പോൾ ക്ലൈമറ്റ് ചേഞ്ച് ഭയങ്കരമാണല്ല. പക്ഷേ യഥാർത്ഥ മഞ്ഞ് വീണ കണ്ട നമ്മൾ പുറത്തിറക്കത്തില്ല. -4, -5, -8 എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ കാര്യത്തിലൊരു തീരുമാനമാകുകയാണ് ശരിക്കും പറഞ്ഞത്. അപ്പോൾ സഹനമെന്നൊക്കെ പറയാൻ എളുപ്പമാണ്. അപ്പോൾ യഥാർത്ഥ സഹനം വരുമ്പോൾ ഇതുപോലുള്ള പ്രശ്നങ്ങൾ നമുക്ക് താങ്ങാൻ പറ്റാതെ വരും. ഇതുകൊണ്ടാണ് ഇതിന് ഗ്രേസ് വേണമെന്ന് പറയണത്. മനസ്സിലായ ആ ഒരു സാഹചര്യത്തെ നീ അഗ്നിയിലൂടെ നടക്കും, അഗ്നി നിന്നെ വിഴുങ്ങത്തില്ല എന്ന് പറയുമ്പോൾ നീ വെള്ളത്തിലൂടെ പോകും, വെള്ളം നിന്നെ മുക്കിക്കളയത്തില്ല എന്ന് പറയുന്നതിനാണ് കൃപ എന്ന് പറയുന്നത്. ഒരു സാഹചര്യത്തിലൂടെ പോകുന്നു, പക്ഷേ അതിൻ്റെ ആവിയും പുകയും തീയും പൊള്ളലും അനുഭവിക്കാതെ ആ ഒരു അധ്യായം നമ്മൾ ജീവിച്ചു തീർക്കുകയാണ്. അപ്പോൾ ഈ എന്തെങ്കിലും ഈ വിശിഷ്യ സഹനങ്ങളിരിക്കുന്ന ആൾക്കാർ എപ്പോഴും കൃപയെക്കുറിച്ചും, നിങ്ങൾക്ക് വിശേഷവിധിയായ കൃപയുമുണ്ട്, അത് മേൽകൃപ എന്ന് പറയണത്. അപ്പം അതിനുവേണ്ടി നിങ്ങൾ ഈ വിഷയം വളരെ ദൈവികമായിട്ടെടുക്കണം. എടുക്കുമ്പോൾ ദൈവം നിങ്ങൾക്ക് അത് അതിജീവിക്കാനുള്ള കൃപ തരും. കാരണം
ദൈവത്തെ ഞാൻ അടുത്ത ദിവസങ്ങൾ അത് നന്നായിട്ട് പറഞ്ഞു തരാം. ചില കാര്യങ്ങൾക്ക് നമ്മൾ എടുക്കേണ്ട തീരുമാനം. അപ്പോൾ നാളെ ശ്രദ്ധിക്കണേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ.